നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ 10th മെയിൻസിന്റെ 100 ഡേയ്സ് ടൈം ടേബിൾ പൊക്കോണ്ടിരിക്കുക, നല്ല രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുക. അതിനെപ്പറ്റി കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ കുറെ പേര് ചോദിച്ചു. അതുപോലെ ഈ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞപ്പോൾ പുതിയ ആൾക്കാർ കുറെ പേര് നമ്മുടെ 10th മെയിൻസിന്റെ ക്ലാസ് അറിഞ്ഞിട്ട്, അത് ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ് അറിഞ്ഞിട്ട് വന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ പുതിയതായിട്ട് 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസ്, എപ്പോഴൊക്കെയാണ് എക്സാം, ആ വക കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് നമ്മൾ ഡേ 15 ആണ് ആയത്. ഓരോ ദിവസവും വളരെ കുറച്ച് ടോപ്പിക്സ് പഠിച്ച് ഇടയ്ക്ക് ഒരു ഏകദേശം ഒരു 3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു റിവിഷനും കഴിഞ്ഞ് ഒക്കെയാണ് നമ്മൾ ഈ 15th ഡേ എത്തി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡേ 1 തൊട്ട് ഫോളോ ചെയ്യാം. ഡേ 15 തൊട്ട് ഇന്ന് തൊട്ട് ഫോളോ ചെയ്ത് ഞാൻ ബാക്കിലേക്ക് എത്തുമ്പോൾ എന്ന് കുറെ പേര് ഡൗട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ചാണ്. അപ്പൊ ഞാൻ പലരോടും പറഞ്ഞു, നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അത്. പക്ഷേ ഞാൻ പറയുന്നു ഡേ 1 തൊട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ, ഓരോ ദിവസവും കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാളെയും മറ്റന്നാളും നമുക്ക് റിവിഷൻ ഡേ ആണ്. അതായത് നാളെ എന്ന് പറയുമ്പം സാറ്റർഡേ സൺഡേ 2 ദിവസം റിവിഷൻ ഡേ ആയിരിക്കും. നിങ്ങൾക്ക് പെൻഡിങ് ഉള്ള പോർഷൻസ് ഒന്ന് നോക്കാനുള്ള ടൈമും നാളെയും മറ്റന്നാളുമായിട്ട് കിട്ടും. കാരണം നമ്മൾ എക്സാമിന്റെ കുറച്ച് ദിവസം മുന്നേ ഓടിച്ചിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് മിക്കവരും. അങ്ങനെയായിരിക്കും. പരീക്ഷ അടുക്കാറാവുമ്പോഴാണ് ഒരു ചൂടും ഒക്കെ വന്നിട്ട് ഓടിച്ചിട്ട് ഒരു 24 മണിക്കൂർ സമയം നമ്മൾ 48 മണിക്കൂർ ആക്കി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നാളെ 2 ദിവസം റിവിഷൻ ഡേ ഉണ്ട്. പോർഷൻസ് പെൻഡിങ് ഉള്ള ആൾക്കാർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്തിരിക്കുക. അത് ഈ 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന എല്ലാവരും ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കണം. അതിനകത്താണ് ഞാൻ ടൈം ഷെഡ്യൂള്, ഗൈഡൻസ്, മറ്റ് കാര്യങ്ങളെല്ലാം, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അതിനകത്തായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പൊ ഡേ 1 തൊട്ട് ഫോളോ ചെയ്ത് വരാം. ഡേ 1 ഇപ്പം അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് അങ്ങനെ പോയാണ് നമ്മൾ ഡേ 15 വരെ എത്തിയേക്കുന്നത്. പിന്നെ അതുപോലെ ക്രിസ്മസ് വരുമ്പോഴത്തേക്കും 1-2 ദിവസം ഇതുപോലെ നിങ്ങൾക്ക് അവധി തരുന്നുണ്ട്. ആ സമയത്തും എന്തെങ്കിലും പെൻഡിങ് പോർഷൻ ഉണ്ടെങ്കിൽ കവർ ചെയ്യാം. ഇപ്പൊ അങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ കൂടെ കയറി പിടിക്കാം. അങ്ങനെ കവർ ചെയ്ത് വന്നാൽ മതി. കാരണം PSC എക്സാം ഡേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ സമയം കിട്ടുമോ, ഇനി 100 ദിവസം കിട്ടുമോ, എനിക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതാണ് മെസ്സേജ് ഒരുപാട് വരുന്നത്. ഇനി തുടങ്ങിയാൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇനി തുടങ്ങിയാലും എപ്പോൾ തുടങ്ങിയാലും നിങ്ങൾക്ക് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയല്ലല്ലോ നമ്മുടെ ഉദ്ദേശം ആ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് പരീക്ഷാ ഹാളിൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ വേറൊരു കാര്യം മെയിൻ ആയിട്ട് പറയട്ടെ, ഇതിന്റെ ഇടയ്ക്കൊന്ന് പറയട്ടെ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ക്ലാസ് തുടങ്ങുമെന്ന് ചോദിച്ചില്ലായിരുന്നോ? അപ്പോൾ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഞാനൊന്ന് പറയാം. ഞാനിപ്പോൾ 10th മെയിൻസിന്റെ ക്ലാസ് പൊക്കോണ്ടിരിക്കുവല്ലേ. ഈ 10th മെയിൻസിന്റെ ക്ലാസ് എങ്ങനെയാ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓരോ ദിവസവും കുറച്ച് പോർഷൻ തന്ന് പഠിപ്പിച്ച് അതിന്റെ എക്സാമും റിവിഷനും എല്ലാം കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും ക്ലാസ് ഇട്ട് പോയി ക്ലാസ് തീർത്തു എന്ന് പറയുന്നേക്കാളും അത് എത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇപ്പം 100 ഡേയ്സ് ടൈം ടേബിൾ കഴിഞ്ഞ് പരീക്ഷയെ എഴുതി നല്ല മാർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ഒരു സംതൃപ്തി, നല്ല റാങ്ക് ലിസ്റ്റ് മുന്നോട്ട് വരുവാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതൊരു റിസൾട്ട് കിട്ടുമ്പോഴാണ് പൂർണ്ണതയിലേക്ക് എത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാം കൂടി ഇതിന്റെ കൂടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നേ പറയുന്നുള്ളൂ. ഇത് ഈ 10th മെയിൻസിന്റെ ഏകദേശം ഒരു ലെവൽ എത്തുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ പഠിക്കണമെന്നുള്ളവർക്ക് ഈ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്താൽ മതി. സെയിം സിലബസ് ആണ്. എക്സ്ട്രാ വരുന്നത് നിങ്ങൾ +1 +2 ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻസ് നോക്കണം. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസിന് പകരം സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. എന്നാലും അതിലും ഈ SCERT സയൻസും പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അല്ലാതെ അതിന് സെപ്പറേറ്റ് ആയിട്ട് നോക്കണം എന്നൊന്നും ഇല്ല.
ഇതിന്റെ കൂടെ തന്നെ, ഇത് മെയിൻസ് അല്ലേ, നമ്മൾ 10th മെയിൻസിന് വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ അങ്ങ് നോക്കി പോയാൽ മതി. പിന്നെ എനിക്ക് ഇതുപോലെ ഗൈഡൻസ് തന്ന് ഇതുപോലെ പഠിപ്പിക്കണം എന്നാണ് വലിയ ആഗ്രഹം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനായാലും ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഓരോ ദിവസവും ടൈം ടേബിൾ തന്ന് നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തന്ന് പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. ഡെയിലി എക്സാംസ് വിട്ട് മെറ്റീരിയൽസും തന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് തിരിച്ച് 10th മെയിൻസിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ Day 1 എടുക്കുക. സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ് നമ്മുടെ ചാനൽ. നമ്മുടെ ചാനലിന്റെ പേര് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ്. ഇതിന്റെ കൂടെ വാരി മുറിയൊന്നും ഇല്ല. അശ്വതിയുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. എൻ്റെ പേര് അശ്വതി എന്നാണ്, എഡ്യൂക്കേറ്ററിന്റെ പേര്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. ടെലഗ്രാം ചാനലിന്റെ പേരും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ Day 1 കാണാൻ പറ്റും. Day 1 പഠിക്കേണ്ട പോർഷൻസ് കൊടുത്തേക്കും. റാങ്ക് ഫയൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആയിരിക്കും ഇതിൽ കൂടുതൽ. ഞാൻ വീഡിയോസ് ഇട്ട് നിങ്ങൾ വെറുതെ കണ്ടുപോകുന്ന ടൈപ്പ് അല്ല നമ്മുടെ ക്ലാസ്. അതൊന്ന് എടുത്തു പറയുക. വെറുതെ വന്ന് കണ്ടുപോകുന്ന ക്ലാസ് അല്ല നമ്മുടേത്. നമ്മുടെ സെൽഫ് സ്റ്റഡി ആയിരിക്കും കൂടുതൽ. 4:30 മുതൽ തുടങ്ങുന്ന സ്റ്റഡിയാണ്. ഗ്യാപ്പിട്ട് ഇടയ്ക്ക് കുറേ നേരം നിങ്ങൾക്ക് വീട്ടുജോലി, കൂടുതൽ ആൾക്കാരും ജോലിക്ക് പോകുന്ന ആൾക്കാരും വീട്ടമ്മമാരുമാണ് നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ വീട്ടുജോലി ഇടയ്ക്ക് പോയി ചെയ്യാനുള്ള സമയം അങ്ങനെ ഇട്ടാണ് നമ്മൾ പഠിക്കുന്നത്. രാവിലെ 4:30 തുടങ്ങുന്ന സ്റ്റഡി ഏകദേശം നമ്മൾ രാത്രിയാകുമ്പം എക്സാം കാണും. ഇങ്ങനെ ലിബറൽ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഡെയിലി എക്സാം ഉണ്ടായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തരും. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആ ദിവസം അതിന്റെ അടുത്ത ദിവസങ്ങളിൽ റിലേറ്റഡ് ഫാക്ട്സും ഇട്ട് തരുന്നതായിരിക്കും. ഇങ്ങനെയായിരിക്കും ടൈം ടേബിൾ പോകുന്നത്. അപ്പോൾ Day 1 എടുക്കുക. Day 1 എന്തൊക്കെ ടോപ്പിക്സ് കൊടുത്തു, എന്തൊക്കെ മെറ്റീരിയൽസ് കൊടുത്തു, ഏതൊക്കെ പോർഷൻസ് റാങ്ക് ഫയലിൽ നിന്ന് റെഫർ ചെയ്യാൻ പറഞ്ഞു. റാങ്ക് ഫയൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ മസ്റ്റ് ആയിട്ടും, അധികം മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്ത റാങ്ക് ഫയൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങി വെക്കുക. ഇതുവരെ റാങ്ക് ഫയൽ തുറക്കാത്ത ആൾക്കാർ നമ്മുടെ ടൈം ടേബിൾ തുടങ്ങിയപ്പോഴാണ് റാങ്ക് ഫയലിലേക്ക് എത്തിയെന്നൊക്കെ പറഞ്ഞു. റാങ്ക് ഫയൽ നമ്മൾ സെൽഫായിട്ട് പഠിക്കുമ്പോൾ സെൽഫായിട്ട് എന്ത് ചെയ്യുന്നു അതേ എപ്പോഴും നിലനിൽക്കത്തുള്ളൂ. ആരെങ്കിലും കുത്തി നിറച്ച് തരുന്നത് എന്തായാലും എപ്പോഴായാലും മറന്നുപോകും. പക്ഷെ നമ്മൾ സെൽഫായിട്ട് വർക്ക് ചെയ്ത് സെൽഫായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കാം. ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തു പോകുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ മെയിൻ കാര്യം, നാളെയും മറ്റന്നാളും റിവിഷൻ ആയിരിക്കും. റിവിഷൻ എക്സാമും ഉണ്ടായിരിക്കും. എനിക്ക് ഡിഗ്രി മെയിൻസിന്റെ പരീക്ഷയുണ്ട്. തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ച് അവസ്ഥയുണ്ട്, അതൊന്ന് കാര്യമാക്കണ്ട. അപ്പൊ എനിക്ക് എന്തായാലും ഡിഗ്രി മെയിൻസിന്റെ പരീക്ഷ എനിക്ക് വരുന്നുണ്ട്. ഞാൻ 2-3 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഡിഗ്രി മെയിൻസിന്റെ പരീക്ഷയും വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ കൊണ്ടാണ് ഞാൻ 2 ദിവസം റിവിഷൻ ഡേയും തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? അപ്പോൾ പുതിയ ആൾക്കാർ കൂടെ വന്നോളൂ. Day 1 തൊട്ട് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് കൂടെ പിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. ഡെയിലി എക്സാംസ് എഴുതിയിരിക്കണം. ഞാൻ എല്ലാവരുടെയും കമന്റ്സ് നോക്കാറുണ്ട്. നിങ്ങൾ എക്സാംസിന്റെ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഞാൻ എല്ലാവരുടെയും കമന്റ്സ് നോക്കാറുണ്ട്. ഡെയിലി ആരൊക്കെ എക്സാം എഴുതുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരൊക്കെ എഴുതിയില്ലാന്ന് നന്നായിട്ട് അറിയാം. ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകുന്ന ആൾക്കാരെ അറിയാം. ഈ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരണ്ട. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യാനുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. അപ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ കൂടെ വരാമെന്നുള്ളൊരു മാത്രം ടൈം ടേബിൾ ഫോളോ ചെയ്ത് വന്നാൽ മതി. പക്കയായിട്ട് പഠിച്ചു പോകാം. 1 രൂപ പോലും ഫീസ് ഇല്ലാതെ പഠിച്ചു പോകാം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. നിങ്ങളുടെ കൂടെ നിന്ന് ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു ചേച്ചിയായിട്ട് ഒരു ഗൈഡായിട്ട് നിങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണം, നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങളും കൂടെ നിൽക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല, വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഉണ്ടായിരിക്കും. വീണ്ടും കാണാം. താങ്ക്